ആലപ്പുഴ ചേർത്തലയിലെ റോസമ്മയും ഐഷയും അയൽവാസികളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. അതിനിടെ 2011-12 കാലയളവിലാണ് സെബാസ്റ്റ്യൻ എന്ന വസ്തു ഇടപാടുകാരൻ ഇവർക്കിടയിലേക്ക് വരുന്നത്. റോസമ്മയുമായി അയാൾ വേഗത്തിൽ അടുപ്പത്തിലായി. പിന്നീട് വിവാഹം കഴിക്കാൻ വരെയും തീരുമാനിച്ചതാണ്. അതിനിടെ ഐഷയുടെ ദുരൂഹമായ തിരോധാനം. പിന്നീട് ജൈനമ്മയെ കാണാതായ കേസിൻ്റെ അന്വേഷണത്തെ തുടർന്ന് ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനങ്ങളും ഉയർന്നു വരുന്നു. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18-ലൂടെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യൻ്റെ മുൻ പെൺ സുഹൃത്ത് റോസമ്മയെ ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം. ഐഷയെ കാണാതായ ശേഷം സെബാസ്റ്റ്യനെ കണ്ടിട്ടില്ലെന്ന റോസമ്മയുടെ ആദ്യത്തെ പ്രതികരണവും പിന്നെയും വർഷങ്ങളോളം അടുപ്പമുണ്ടായിരുന്നുവെന്ന രണ്ടാമത്തെ മൊഴിയും സംശയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഐഷ തിരോധാന കേസിൽ അന്വേഷണ സംഘമോ ഐഷയുടെ മക്കളോ സെബാസ്റ്റ്യനുമായുള്ള ബന്ധം സ്ഥിരീകരിക്കാത്ത ഘട്ടത്തിലായിരുന്നു റോസമ്മയുടെ ന്യൂസ് 18-നോടുള്ള നിർണായക തുറന്നു പറച്ചിൽ. അവർ തങ്ങളിലുള്ള ലോഹ്യത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു മാങ്ങായും പറിച്ചു അവരുടെ സ്വന്തം പോലെ കൈകാര്യം ചെയ്തു പോയി. അപ്പം അവർ തങ്ങളിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടല്ലേ ചെയ്തേ. സ്വന്തം പേരിൽ വാങ്ങിയ ഭൂമിയുടെ രജിസ്ട്രേഷന് തൊട്ടു മുമ്പുള്ള ദിവസമാണ് ഐഷയെ കാണാതായതെന്ന് റോസമ്മ വ്യക്തമാക്കി. സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടായിരുന്ന പണം വാങ്ങാൻ പോയ ഐഷയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും അവർ തുറന്നു പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ആ പൈസ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി സെബാസ്റ്റ്യനായിട്ടുള്ള പണമിടപാടുണ്ടായിരുന്നു. അതും അറിയത്തില്ല. അവരാരോടൊന്നും വിട്ടു പറയുകയില്ലായിരുന്നു. അതിപ്പം അങ്ങനെ ആയിരിക്കും അവർ തങ്ങളിലുള്ള ബന്ധം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം റോസമ്മയുടെ ശാസ്താംകവലയിലെ വീട്ടിലെത്തി വിവരങ്ങൾ തേടി. എന്നാൽ താനും ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് റോസമ്മ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ഐഷയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവുമില്ലെന്ന് ന്യൂസ് 18-നോട് റോസമ്മ ആദ്യം വ്യക്തമാക്കുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു കൂട്ട് വേണ്ടേ, അതുകൊണ്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞാണ് ഉള്ളിൽ വരുന്നത്. ഐഷ കാണാതായതിനു ശേഷമാണ്. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞ പിന്നെ ആണല്ലോ. പക്ഷേ കാണാതായിട്ട് ഒത്തിരി കഴിഞ്ഞ പിന്നെ ആവശ്യം വരുന്നു. തുടർ സംസാരത്തിൽ ഐഷ തിരോധാനത്തിന് ശേഷവും സെബാസ്റ്റ്യനുമായി വിവാഹം കഴിച്ചു ജീവിക്കാൻ റോസമ്മ തയ്യാറായി എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. പക്ഷേ കാണാതായിട്ട് ഒത്തിരി കഴിഞ്ഞ പിന്നെ ആവശ്യം വരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിലറിയിക്കാം, അവർ വരട്ടെ, ഇത്രയും പേരുണ്ടല്ലോ, അവരറിയാതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവർ വരട്ടെ എന്ന് പറഞ്ഞു. താൻ ഇല്ലാതിരുന്ന ദിവസം JCB ഉപയോഗിച്ച് സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് തന്റെ പുരയിടം തെളിച്ചുവെന്ന് റോസമ്മ ആവർത്തിച്ചു പറയുന്നതിലും എന്തോ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതേസമയം കോട്ടയം ക്രൈംബ്രാഞ്ച് വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഘട്ടത്തിൽ പോലും ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തോട് മറ്റാരെങ്കിലും അസ്ഥികൾ ഇവിടെ കൊണ്ടിട്ടതാകാമെന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. മാസങ്ങളായി താമസമില്ലാത്ത പുരയിടമാണെന്നാണ് ഇതിനെ സംബന്ധിച്ച് സെബാസ്റ്റ്യൻ നൽകുന്ന വിശദീകരണം. തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് പൊറോട്ടയും ബ്രെഡും ഉൾപ്പെടെയുള്ള ഭക്ഷണം ഇയാൾ ആവശ്യപ്പെട്ട് വാങ്ങിക്കഴിക്കുകയും ചെയ്തു. പ്രമേഹ രോഗത്തിനുള്ള ഇൻസുലിനായും ആവശ്യമുന്നയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സെബാസ്റ്റ്യനെ നാർക്കോ അനാലിസിസിന് പോലും വിധേയനാക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഐഷ കേസുമായി ബന്ധപ്പെട്ട് റോസമ്മയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഇനിയുള്ള ശ്രമം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.